ഡോക്ടർ ഇങ്ങനെ പ്രിസ്ക്രിപ്ഷൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഗുളിക ലുഹ്റിസ്കാരം കഴിഞ്ഞിട്ട് കഴിച്ചോളി എന്ന് പറയലോടുകൂടി മൂപ്പർ എന്തായാലും ഉപയോഗത്തിൽ നിസ്കരിക്കും. അങ്ങക്കുള്ള ഒരു ദൈവത്ത ആ വാക്കുകൊണ്ട് അയാൾ നിസ്കരിക്കട്ടെ നിസ്കരിക്കാതിരിക്കട്ടെ, നമ്മുടെ നീയത്തിന് നമുക്ക് അള്ളാഹു കൂലി തരുമല്ലോ. ഒരു എഞ്ചിനീയർക്ക് നടത്താൻ പറ്റുന്ന ദൈവത്ത് എന്തൊക്കെ ഉണ്ട്? പ്ലാൻ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രയർ ഹാള് ഉണ്ടാവുമായിരിക്കും അല്ലെ എന്നൊരു ചോദ്യം കൊണ്ട് ചിലപ്പോൾ ഒരു പ്രയർ ഹാൾ വരും. അത് ചിലപ്പോൾ വനിതാ ക്ലാസ്സിൽ ഉസ്താദ് നാവിട്ട് അടിച്ചിട്ടൊന്നും കാര്യമില്ല, ആകെ 10 സെന്റ് ഭൂമിയാണ് പ്രയർ ഹാൾ എന്നൊക്കെ പറഞ്ഞു. കണ്ടോ, ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുക. മുലിയാൽ ഖാരി തന്റെ കിതാബിൽ പറയുന്നുണ്ട്. അപ്പൊ ഒരു മണൽ കൂമ്പാരം കണ്ടപ്പോൾ മൂപ്പര് ചിന്തിച്ചു, ഈ മണൽ കൂമ്പാരം മുഴുവനും സ്വർണ്ണോ മറ്റോ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിറ്റ് പാവങ്ങൾക്കൊക്കെ ഫുഡ് കൊടുക്കാമായിരുന്നല്ലേ, എന്റെ അടുത്ത് ഒന്നും ഇല്ലാത്തോണ്ടല്ലേ. ആ കൂലി അയാളുടെ ഏടിൽ എഴുതിയിട്ടുണ്ട് എന്ന് ആ കാലത്തെ നബിക്ക് അള്ളാഹു വഹി അറിയിച്ചു കൊടുത്തത്ര. നീയത്ത് വളരെ പ്രധാനമാണ്. ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നീയത്തിന്റെ വിഷയം ശരിക്കും ശ്രദ്ധിക്കാത്ത ആൾക്കാരുടെ കാര്യം വളരെ കഷ്ടം തന്നെ, വളരെ കഷ്ടമാണ് സംഭവം. അവര് ചെയ്യുന്ന എല്ലാ കാര്യത്തെയും നീയത്താക്കി, നീയത്ത് കൊണ്ട് ഇബാദത്താക്കി മാറ്റാലോ.